നമസ്കാരം. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഗൗരവകരമായ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കർമ്മഫലദാതാവായ ശനി ഭഗവാൻ തന്റെ സഞ്ചാരപഥത്തിൽ വരുത്തുന്ന സുപ്രധാനമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദൃക്പഞ്ചാംഗം അനുസരിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ശനിദേവൻ മെയ് 17 രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. രേവതി നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ജ്യോതിഷത്തിൽ ബുധനും ശനിയും സൗഹൃദപരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കരിയർ, ബിസിനസ് കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. നിലവിൽ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിദേവൻ വരാനിരിക്കുന്ന മെയ് മാസം 17 മുതൽ ബുധന്റെ നക്ഷത്രമായ രേവതിയിലേക്ക് തന്റെ പ്രവേശം നടത്തുകയാണ്. ഒക്ടോബർ 9 വരെയുള്ള ഏകദേശം 6 മാസക്കാലം ശനി ഭഗവാൻ ഈ നക്ഷത്രത്തിലാണ് നിലകൊള്ളുന്നത്. ബുദ്ധിശക്തിയെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്ന ബുധന്റെ നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ചിന്താപരമായ വ്യക്തതയ്ക്കും കർമ്മരംഗത്തെ പ്രായോഗികമായ മാറ്റങ്ങൾക്കും ഇത് വഴിതെളിക്കും. ജ്യോതിഷത്തിൽ ശനിയെ പ്രവൃത്തി, അച്ചടക്കം, നീതി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. അതേസമയം ബുധൻ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ്, യുക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ബുധന്റെ നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഉറപ്പാണ്. അവർക്ക് വിജയം നേടാനും കഴിയും. ഈ ഒരു നക്ഷത്രമാറ്റം നിങ്ങളുടെ രാശികളെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. തുലാം രാശി. ചിത്തിരയുടെ അവസാന 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിന്റെ ആദ്യ 3 പാദങ്ങൾ. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും വിജയവും നൽകുന്ന ഒരു അനുഗ്രഹീത സമയമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്നതിലൂടെ ഇതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല തടസ്സങ്ങളും പതുക്കെ മാറുകയും നിങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ തെളിയുകയും ചെയ്യുന്ന സാഹചര്യം വ്യക്തമായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഘട്ടമായിരിക്കും. പഴയ ബാധ്യതകളും കടങ്ങളും തീർക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പിതൃസ്വത്ത് എന്നിവ വഴി പണം ലഭിക്കാനുള്ള സാധ്യതയും വളരെ ശക്തമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ അച്ചടക്കം പാലിക്കുന്നുവെങ്കിൽ പുതിയ സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും കരുത്തും തെളിയിക്കാൻ സാധിക്കുന്ന ഘട്ടമായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളെ എതിർക്കുന്നവരെയോ തടസ്സങ്ങളെയോ നിഷ്പ്രഭമാക്കാൻ നിങ്ങൾക്ക് കഴിയും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഇന്റർവ്യൂകൾ നേരിടുന്നവർക്കും മികച്ച വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ മികച്ച ശമ്പള വർധനവോ ലഭിക്കാനും സാധ്യത കാണുന്നു. നിങ്ങൾ ചെയ്ത അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ കാലയളവിൽ ലഭിക്കുന്നതായി ഞാൻ വ്യക്തമായി കാണുന്നു. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് വലിയ പുരോഗതി അനുഭവപ്പെടുന്ന ഘട്ടമായിരിക്കും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും സാധ്യതയുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ ഉന്മേഷത്തോടെ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എങ്കിലും അമിതമായ ജോലിഭാരം കാരണം കണ്ണുകൾക്കും തലയ്ക്കും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ നിങ്ങൾ ആവശ്യമായ വിശ്രമം എടുക്കുന്നതിന് ശ്രദ്ധിക്കണം. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു ഘട്ടമായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനോഭാവം സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ ബഹുമാനവും അംഗീകാരവും നേടിത്തരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളോ കേസുകളോ നേരിടുന്നവർക്ക് അവയിൽ അനുകൂലമായ വിധി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ലഭിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വിദേശ ബന്ധങ്ങളിലൂടെ ലാഭമുണ്ടാക്കാനും പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. വിശാഖത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി
വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണയോ സിന്ദൂരമോ സമർപ്പിക്കുന്നത് ജീവിതത്തിലെ വിഘ്നങ്ങൾ മാറാൻ സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വിജയം, ആശ്വാസം, പുരോഗതി എന്നിവ ഒരുമിച്ച് നൽകുന്ന ഒരു വളരെ നല്ല കാലഘട്ടമായിരിക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ സമ്മാനിക്കും. വൃശ്ചികം രാശി. വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർഗാത്മകതയ്ക്കും പുതിയ ചിന്തകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രത്യേക ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ നിങ്ങൾ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യം വ്യക്തമായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മിതമായ രീതിയിലുള്ള പുരോഗതി അനുഭവപ്പെടും. മുൻപ് നടത്തിയ ചില നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുതിയ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണകരം. സന്താനങ്ങളുടെ പഠനത്തിനോ വിദേശ യാത്രയ്ക്കോ വേണ്ടി പണം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. കൂടാതെ ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിൽ അമിതമായി പണം മുടക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ കാലഘട്ടം നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു സമയമായിരിക്കും. കല, സാഹിത്യം, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രശസ്തിയും അംഗീകാരവും നേടാൻ കഴിയുന്ന ഘട്ടമാണിത്. ജോലിസ്ഥലത്ത് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്താനും സാധ്യതയുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും വിപണിയിൽ നിങ്ങളുടെ സ്വാധീനം കൂടുതൽ ഉറപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായി നോക്കുമ്പോൾ പൊതുവെ തൃപ്തികരമായ സമയമാണ് കാണുന്നത്. എങ്കിലും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കണം. മാനസികമായ സന്തോഷത്തിനായി വിനോദയാത്രകളോ കുടുംബത്തോടൊപ്പമുള്ള ഒത്തുചേരലുകളോ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഗർഭിണികളും കുട്ടികളും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഘട്ടമായിരിക്കും. കുടുംബജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ അവസരമുണ്ടാകും. പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടാനും അവരുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സാധ്യതയുണ്ട്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് പ്രായോഗികമായ ചിന്തകൾ വിജയത്തിലേക്ക് നയിക്കുകയും തൊഴിൽപരമായ യാത്രകൾ ഗുണകരമാവുകയും ചെയ്യും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ പഠന കാര്യങ്ങളിലേക്കുമുള്ള താല്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശനിയാഴ്ചകളിൽ എള്ള് പായസം ദാനം ചെയ്യുന്നതും ദോഷശമനത്തിന് സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയ ചിന്തകളും സൃഷ്ടിപരമായ മുന്നേറ്റങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളും ബുദ്ധിയും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും സ്ഥിരതയുള്ള പുരോഗതിയും സമ്മാനിക്കും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രായോഗികമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാന ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്നതിനാൽ ഗാർഹിക ജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഈ സമയം നിങ്ങൾ കൂടുതൽ ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോകേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. വീടിന്റെ പുതുക്കിപ്പണികൾക്കോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ഏർപ്പെടുന്നുവെങ്കിൽ രേഖകൾ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ച ശേഷമേ മുന്നോട്ടു പോകാവൂ. ഈ സമയത്ത് അനാവശ്യമായ ആഡംബര ചെലവുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ സാമ്പത്തിക ഭദ്രത നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായ ഘട്ടമായിരിക്കും. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ചിലപ്പോൾ മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ് വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ വലിയ തുകകൾ കടം വാങ്ങി നിക്ഷേപിക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതം. IT, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ കരുതൽ നൽകേണ്ട സാഹചര്യം ഉണ്ടാകാം. രക്തസമ്മർദ്ദമോ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ഉള്ളവർ കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നിർബന്ധമായും ശ്രദ്ധിക്കണം. ചിട്ടയായ വ്യായാമവും യോഗയും ശീലിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സമാധാനവും ശാരീരിക ആരോഗ്യവും നൽകാൻ സഹായിക്കും. കുടുംബവും വ്യക്തിബന്ധങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. വീട് മാറാനോ പുതിയ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണിത്. ബന്ധുക്കളുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഘട്ടമായിരിക്കും ഇത്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ തുടക്കം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ ലാഭമുണ്ടാവുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാം. അതിനാൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഈ കാലഘട്ടത്തിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി നിങ്ങൾ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും പഠനങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ആത്മവിശ്വാസവും ക്ഷമയും കൈവിടാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ള മുന്നേറ്റങ്ങൾക്കും നല്ല മാറ്റങ്ങൾക്കും വഴിയൊരുക്കും.